ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ മീനിങ്ങും അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിന് രണ്ട് ഫാക്ടർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലാൻഡും കഴിഞ്ഞു, ലേബറും കഴിഞ്ഞു. ലാൻഡ് എന്ന് വെച്ചാൽ നേച്ചറിൻ്റെ ഗിഫ്റ്റാണ്. നമുക്ക് മാൻമെയ്ഡ് അല്ലാത്ത നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസിനെയും വിളിക്കുന്ന പേരാണ് ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പാസീവാണ്. നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ ആക്റ്റീവ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫാക്ടറായിട്ട് വരുന്നത് ലേബർ ആണ്. ലേബർ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ഫാക്ടറാണ് ലേബർ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വർക്ക് അതാണ് അതിൽ കൗണ്ട് ചെയ്യുക. വിച്ച് ഈസ് ഡു ഫോർ ഏണിങ് ആൻഡ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫിസിക്കലോ മെൻ്റലോ വർക്ക് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലേബർ. അതിൻ്റെ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് മണി. നമുക്കറിയാം ക്യാപിറ്റൽ നമ്മൾ മുമ്പോ പണ്ടോട്ടേക്കായിട്ടുള്ളൊരു ടേമാണ്. നമ്മൾ ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ആ ക്യാഷിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ ക്യാപിറ്റൽ മീൻസ് മണി. ഇൻ എക്കണോമിക്സ് ഇറ്റ് മീൻസ് ഓൾ ദോസ് മാൻമെയ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. പക്ഷേ എക്കണോമിക്സിലെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ലാൻഡിൻ്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞാൽ, നോട്ട് മെയ്ഡ് ബൈ ഹ്യൂമൻ റിസോഴ്സസ്. മാൻമെയ്ഡ് അല്ലാത്ത എല്ലാ റിസോഴ്സസും ഏതിൽ വരും? ലാൻഡിൽ വരും. ക്യാപിറ്റലിൽ വരുന്നത് മാൻമെയ്ഡ് റിസോഴ്സസ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ വരുന്നത് ഏതിൻ്റെ അണ്ടറിലാണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടേമിലാണ്. ക്യാഷ് മാത്രമല്ല, എന്തും കൂടി വരും, എല്ലാ മാൻമെയ്ഡ് റിസോഴ്സസും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ സോ ഇൻ എക്കണോമിക്സ് ക്യാപിറ്റൽ മീൻസ് ഓൾ ദോസ് മാൻമെയ്ഡ് ഗുഡ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. മനുഷ്യനിർമ്മിതമായ ഏതെല്ലാം റിസോഴ്സസ് ആണോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്? ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ അണ്ടറിലാണ് വരിക. എക്സാമ്പിൾ മെഷീനറി, മെറ്റീരിയൽസ്, ബിൽഡിംഗ്, മണി എക്സെട്ര. അപ്പോൾ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് മേടിക്കുന്ന മെഷീനറി അത് മാൻമെയ്ഡ് ആണ്, അത് ക്യാപിറ്റൽ അണ്ടറിലാണ് വരിക. മെറ്റീരിയൽസ് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് അതും മാൻമെയ്ഡ് ആണ്, അത് ഇതിൻ്റെ അണ്ടറിൽ വരും. ബിൽഡിംഗ്, ലാൻഡ് ഏതിൽ വരും? ലാൻഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ ആദ്യത്തെ ഫാക്ടറി പ്രൊഡക്ഷൻ, അത് നാച്ചുറൽ ഗിഫ്റ്റ് ആണ്. പക്ഷേ ആ ലാൻഡിൻ്റെ മുകളിൽ നമ്മൾ പണിയുന്ന ബിൽഡിംഗ് മാൻമെയ്ഡ് ആണ്, അത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക? ഈ ക്യാപിറ്റൽ അണ്ടറിലാണ് വരിക. പിന്നെ മണി അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ആണ്. All these are produced by man for the production of future wealth. ഇതൊക്കെ റോ മെറ്റീരിയൽ ആയാലും, റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ വല്ലവരായിരിക്കും. അങ്ങനത്തെ റോ മെറ്റീരിയൽ ആയാലും, മെഷീനറി ആയാലും, ബിൽഡിംഗ് ആയാലും, ഇതെല്ലാം പ്രൊഡ്യൂസ്ഡ് ബൈ മെൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫെർദർ വെൽത്ത്. ഇതിൽ നിന്നും കൂടുതലേ ഇതിന് കുറച്ചും കൂടി നമ്മൾ നേരത്തെ പഠിച്ചോളം എന്തെങ്കിലും യൂട്ടിലിറ്റി വാല്യൂസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഫെർദർ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനും വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ മാൻമെയ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു മനുഷ്യനിർമ്മിതമായ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനുണ്ടല്ലോ മണി മാത്രമല്ല, അല്ലെങ്കിൽ ക്യാഷ് മാത്രമല്ല വരിക, മാൻമെയ്ഡ് റിസോഴ്സസ് ഏതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഏതിൻ്റെ അണ്ടറിൽ വരും? ഈ ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ പഠിച്ച ക്യാപിറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ റിസോഴ്സസ്, ഇറ്റ് ഈസ് മാൻമെയ്ഡ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനും ഏതിൻ്റെ അണ്ടറിൽ വരും? ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരും. ഇറ്റ് ഈസ് പാസീവ് ഫാക്ടർ. ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് വിത്തൗട്ട് ദ സർവീസ് ഓഫ് ലേബർ. നമ്മൾ ലാൻഡിൻ്റെ കാര്യം പറഞ്ഞോണം തന്നെ, അത് ഒറ്റയ്ക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഹ്യൂമൻ അല്ലെങ്കിൽ ലേബറിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പാസീവ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൽ ലാൻഡും പാസീവാണ്, ക്യാപിറ്റലും പാസീവാണ്. രണ്ടാമത് പഠിച്ച ലേബർ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ളത്. ഈ ആക്റ്റീവായിട്ടുള്ള ലേബറാണ് മറ്റ് രണ്ട് ഫാക്ടറുകളായ ലാൻഡിൻ്റെയും ക്യാപിറ്റലിൻ്റെയും ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് പാസീവ് ഫാക്ടർ. ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ് വിത്തൗട്ട് ദി സർവീസ് ഓഫ് ലേബർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് മൊബൈൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഇന്നലെ ലേബർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മൊബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അത്രയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ അത്രയ്ക്ക് ഇല്ല. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ക്യാഷിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് വിതിൻ സെക്കൻഡ്സിനുള്ളിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം.
അത്രയ്ക്ക് മൊബിലിറ്റി ഏതിനില്ല, ലേബറിനില്ല. തീരെ മൊബിലിറ്റി ഇല്ലാത്തത് ലാൻഡാണ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് മൊബൈൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. The supply of capital is elastic. സപ്ലൈ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മൾ ഇന്നലെ ലാൻഡ് പഠിച്ചപ്പോൾ അതിൻ്റെ സപ്ലൈ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും മനുഷ്യർക്ക് പറ്റില്ല എന്ന് പറയണം. പക്ഷേ ഇത് മാൻമെയ്ഡ് റിസോഴ്സസ് ആയതുകൊണ്ട് അതിൻ്റെ ഇതനുസരിച്ച് ഇപ്പോൾ സപ്പോസ് ഫണ്ട് ക്യാഷിനെന്ന് വിചാരിക്കുക, ക്യാഷിന് നമ്മൾ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നൊരു രീതി കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് കുറയ്ക്കും, കുറച്ച് ക്യാഷ് ലോൺ എടുക്കുള്ളൂ. അതേസമയം ലോണിൻ്റെ ഇൻട്രസ്റ്റ് വളരെ കുറവാണെങ്കിൽ നമ്മൾ കുറേ കാശ് ലോണായിട്ട് എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് കുറേ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ സപ്ലൈ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ സപ്ലൈ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. വെൻ ഇറ്റ് ഈസ് ഡ്യൂറബിൾ. ഡ്യൂറബിൾ എന്ന് വെച്ചാൽ നമ്മൾക്കിത് പെട്ടെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും കേടാവില്ല. ഇപ്പോൾ ഒരു മെഷീനറി ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ 5-10 കൊല്ലത്തേക്കൊക്കെ ആയിരിക്കും അത് പർച്ചേസ് ചെയ്യുക, ലോങ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ ഒരു ബിൽഡിംഗ് പണിതാൽ ചിലപ്പോൾ നമ്മൾ 10-30 കൊല്ലമൊക്കെ അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഫാക്ടർ എന്ന് പറയുന്നത് ലോങ് ടൈം നമുക്ക് പർപ്പസിന് വേണ്ടി ഡ്യൂറബിൾ ഉള്ള ഒരു കമ്മോഡിറ്റിയാണ്. The value of the money will depreciate with the passage of time. നമുക്കറിയാം മണിയുടെ വാല്യൂ നമുക്ക് ഇന്ന് കിട്ടുന്ന 1 രൂപയല്ല നാളത്തെ 1 രൂപ, അതിനേക്കാൾ വില കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കൊല്ലങ്ങളും ദിവസങ്ങളും പോകും തോറും മണീൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് മാൻമെയ്ഡ് റിസോഴ്സസ് ആണ്, അതുപോലെ പാസീവ് ഫാക്ടറാണ്. അതിനൊറ്റയ്ക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ലേബറിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഫോർത്ത് ഫാക്ടർ ഈസ് ഓർഗനൈസേഷൻ. 3 കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റത്തെ ഫാക്ടർ നോക്കാം. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ. പ്രൊഡക്ഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് വെൻ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ സിറ്റുവേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച 3 ഫാക്ടർ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ലാൻഡ്, ലേബർ ഓർ ക്യാപിറ്റൽ, ഈ 3 ഫാക്ടേഴ്സിനും കൂടി ഇത് 3 സ്ഥലത്തിരുന്നാലേ നമുക്ക് ഒന്നും നടക്കാനായിട്ട് പറ്റില്ല. അതായത് ലാൻഡ് ഒരു സ്ഥലത്ത്, ലേബർ വേറെ സ്ഥലത്ത് ഇരിക്കുന്നു, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലും മെഷീനറിയും ഒക്കെ വേറെ സ്ഥലത്ത് ഇരിക്കുന്നു. ഇത് 3 സ്ഥലത്തായാലും നമുക്കൊന്നും നമ്മുടെ വർക്ക് മുന്നോട്ട് പോവില്ല. ദീസ് മസ്റ്റ് ബി ബ്രോട്ട് ടുഗദർ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 3 ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. Then only production will take place. Bringing together various factors of production to produce goods and services is called organization. അങ്ങനെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എല്ലാതിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 3 ഫാക്ടേഴ്സ് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി എന്ത് ചെയ്യണം, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഫാക്ടേഴ്സും അതിൽ ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നത് അതിനെല്ലാത്തിനും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. This organizational function is undertaken by entrepreneurs. ഈ ആക്ടിവിറ്റി, ഇങ്ങനെ ഈ 3 എണ്ണത്തിനും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ട ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്യുന്നത് ആരാണ്? ഓൺട്രപ്രണർ ആണ്. ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ ആരാണോ ബിസിനസ്സിൻ്റെ മുതലാളി, ആളാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ 4ാമത്തെ ഫാക്ടർ അധികമൊന്നും പഠിക്കാനില്ല. നമ്മൾ നേരത്തെ പഠിച്ച 3 ഫാക്ടേഴ്സിനെ ഒരു കോമൺ പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഫാക്ടറിനെ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഷൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കാണ് പഠിക്കാനുള്ളത്. സിമ്പിളാണ്, അധികമൊന്നും ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, പക്ഷേ ഇമ്പോർട്ടൻറ്റുമാണ്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പല തവണ മാറി ചോദിച്ചിട്ടുണ്ട്. ഈ 4 ഫാക്ടേഴ്സും കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇനി ചില ഓതേഴ്സ് അല്ലെങ്കിൽ ചില എക്കണോമിസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനെ 4 ഫാക്ടേഴ്സിൻ്റെയും ആവശ്യമില്ല. അതായത് അവർ പറയുന്നത് ആകെ ചില എക്കണോമിക്സിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ആകെ ഒരേ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രം മതി. അതായത് ലേബർ എന്ന് പറഞ്ഞ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രം മതി, ബാക്കിയൊക്കെ ലേബർ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നടന്നുകൊണ്ടാണ് ചില ഓതേഴ്സ് പറയുന്നത്, ചില എക്കണോമിസ്റ്റ് പറയുന്നത്. ചിലർ പറയുന്നത് ക്യാപിറ്റലും ലേബറും മാത്രം മതി. അത് പഠിച്ച ലാൻഡും അതുപോലെ ഓർഗനൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ക്യാപിറ്റലും ലേബറും മാത്രം ഉണ്ടായാലേ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ നടത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല എക്കണോമിസ്റ്റിനും പല വ്യൂസാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഈ 4 എണ്ണം ഉള്ള രീതിയിൽ തന്നെ പഠിക്കണം. കാരണം അതാണ് കോമൺ ആയിട്ട്, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ നമ്മൾ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓരോ ഡേ ബൈ ഡേ അതിന് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. പലർക്കും പല വ്യൂസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേബർ മാത്രം മതി ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ ലേബറും ക്യാപിറ്റൽ ഉണ്ടായി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, അങ്ങനത്തെ പല വേർഷൻസും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചോദിക്കുമ്പോൾ ഈ 4 എണ്ണം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം മീനിങ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്.
നമ്മൾ നേരത്തെ സെക്കൻഡ് ചാപ്റ്ററിലെ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചു. എന്തായിരുന്നു ഡിമാൻഡ് ഫംഗ്ഷൻ? ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പോയിന്റ്സ് മെമ്മറിയിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ റിലേറ്റ് ചെയ്യാനായിട്ട് ഓരോ പോയിന്റ്സ് പറയുന്നത്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്താ നമ്മൾ പഠിച്ചത്? നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അതിനെ ഒരു മാത്തമെറ്റിക്കൽ ഈക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ദി മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്, അതാണ് നമ്മൾ എന്തായിട്ട് പഠിച്ചത്? ഡിമാൻഡ് ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചത് അല്ലേ? അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷന്റെ മീനിങ് പഠിച്ചു. എന്താണ് പ്രൊഡക്ഷൻ? കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട് അല്ലേ? അതാണ് പ്രൊഡക്ഷൻ എന്ന് പഠിച്ചു. അപ്പോൾ അവിടെ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ട്? ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെ മാത്തമെറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷന്റെ മീനിങ് എന്താണ്? കൺവേർഷൻ ഓർ ട്രാൻസ്ഫോമിംഗ് ദ ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്. അപ്പോൾ there is a relationship between input and output. The expression of this relationship in a mathematical term, that is called production function. Okay, നമുക്ക് നോക്കാം. Production is the process by which inputs are transformed into output. ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. Thus there is a relation between input and output. അതുകൊണ്ട് തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. The functional relationship between the quantity of input and output is known as production function. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് മാത്തമെറ്റിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. It is the relationship between the quantity of input used in the production and the level of output. ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്തപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 100 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ് ചെയ്തപ്പോൾ നമുക്ക് 200 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് പറയണതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് production function. It is the relationship between the quantity of input used in production and the level of output. എത്ര യൂണിറ്റ് ഉപയോഗിച്ചു, എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. It states the minimum quantities of input that are necessary to produce a given quantity of output. അതായത് ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും, ഒരു ദിവസം ഇത്ര പ്രൊഡക്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണം, ഒരു ദിവസം 100 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെ 100 ഔട്ട്പുട്ട് 100 ക്വാണ്ടിറ്റി 100 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര ഇൻപുട്ട് വേണം, അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഏതാ യൂസ് ചെയ്യേണ്ടത്? ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് നേരെ തിരിച്ചും പറയാം. അതായത് 100 ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, റിസോഴ്സസ് എല്ലാം വളരെ സ്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസിൽ നിന്ന് നമ്മൾ മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണമെന്ന് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു 100 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ കിട്ടിയാൽ അല്ലെങ്കിൽ 100 യൂണിറ്റ് ഓഫ് ഇൻപുട്ട് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളാം, അതിന് നേരെ റിവേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം ഈ 200 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കണം, അതിന് ഞാൻ എത്ര യൂണിറ്റ് ഓഫ് ഇൻപുട്ട് പർച്ചേസ് ചെയ്യണം, അത് കണ്ടുപിടിക്കാനും നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദ മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് that are necessary to produce a given quantity of output. നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് എത്ര ഇൻപുട്ട് ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. Q is equal to F into L K T dot 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 N. നമുക്ക് ഇങ്ങനെ വായിക്കാം, ഫംഗ്ഷൻ ഓഫ് L K T, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കണം അതൊക്കെ നമുക്ക് അതിൽ എഴുതാനായിട്ട് പറ്റും. Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, L എന്ന് പറഞ്ഞാൽ ലേബർ, K ക്യാപിറ്റൽ, T ലെവൽ ഓഫ് ടെക്നോളജി, അങ്ങനെ എല്ലാം. എന്ന് വെച്ചാൽ അതർ ഇൻപുട്ട് എംപ്ലോയ്ഡ് ഇൻ പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി വേറെ ഏതൊക്കെ ഇൻപുട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ കോമിട്ടിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒരു ഇക്വേഷൻ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. Q is a function of L K T up to N. നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉപയോഗിക്കണോ അതൊക്കെ നമുക്ക് ഈ ഇക്വേഷനിൽ എഴുതാനായിട്ട് പറ്റും.
ഇവിടെ ഔട്ട്പുട്ട് ഈസ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് വെച്ചാൽ ഒന്നിനെ ആശ്രയിച്ചിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി Q എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് Qയുടെ വാല്യൂ നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. മറ്റ് ഫാക്ടേഴ്സ് LKT എന്ന് പറയുന്നതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ട്, അത് വാരി ചെയ്യില്ല, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ LKT ഇതിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ ചേഞ്ച് വന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഏതിൽ ചേഞ്ച് വരും? Qയിൽ ചേഞ്ച് വരും. അതുകൊണ്ടാണ് Q എന്തായത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയും ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്സ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. അത് വേറൊന്നിനെ ആശ്രയിച്ച് നിൽക്കണില്ല. പക്ഷെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി അതർ ഫാക്ടേഴ്സ് ലൈക്ക് ലേബർ, ക്യാപിറ്റൽ, ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് എനി അതർ ഫാക്ടേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തുടക്കത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണ്? ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഇക്വേഷൻ ഫോമിൽ, മാത്തമെറ്റിക്കൽ ഫോർമുലയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. Q is equal to function of LKT up to N. ഓക്കെ, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ദർ ആർ 2 types ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. മെയിനായിട്ടും 2 types ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണുള്ളത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. 2 ടൈപ്പ്, ഒന്ന് ഷോർട്ട് റണ്ണും രണ്ടാമത്തത് ലോങ് റൺ ആണ്. വാട്ട് ഈസ് ഷോർട്ട് റൺ നമുക്ക് നോക്കാം. Here only one input varies and other input remains constant. അതായത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ, ഇനി നമ്മൾ ഇതിൻ്റെ അസംഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മെയിൻ ആയിട്ടും പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലേബറും ക്യാപിറ്റലും മാത്രമാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം വാരി ചെയ്യും, മറ്റത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഒന്നില്ലെങ്കിൽ ലേബർ വാരി ചെയ്യും, അല്ലെങ്കിൽ ക്യാപിറ്റൽ വാരി ചെയ്യും. ലേബർ വാരി ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ക്യാപിറ്റൽ വാരി ചെയ്യുമ്പോൾ ലേബർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അങ്ങനെയാണ്. അങ്ങനത്തെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇത്തിരി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം അടുത്ത ചാപ്റ്ററിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. ഷോർട്ട് റണ്ണിലാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ വാരി ചെയ്യും, മറ്റതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ എന്തൊക്കെ കോസ്റ്റ് വരും? വാരിയബിൾ കോസ്റ്റും വരും, ഫിക്സഡ് കോസ്റ്റും വരും. കാരണം ഒരു ഫാക്ടർ വാരി ചെയ്യുന്നത് കൊണ്ട് അവിടെ വാരിയബിൾ കോസ്റ്റ് വരും, ഒരു ഫാക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഫിക്സഡ് കോസ്റ്റും വരും. അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഹിയർ ഓൾ ഇൻപുട്സ് ആർ വാരിയബിൾ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫാക്ടർ ലേബറും ക്യാപിറ്റലും രണ്ടും വാരി ചെയ്യും, ഒന്നും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സിമ്പിൾ ആണ്, പക്ഷെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഷോർട്ട് റൺ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ വാരി ചെയ്യും. സപ്പോസ് ഇപ്പോൾ നമ്മൾ 3 ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടർ വാരി ചെയ്യും, ബാക്കി രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. 4 ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടർ വാരി ചെയ്യും, ബാക്കി 3 ഫിക്സഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റും വരും, വാരിയബിൾ കോസ്റ്റും വരും. അതേസമയം ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷന് എത്ര ഫാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടോ എല്ലാ ഫാക്ടറുകളും വാരി ചെയ്യും, ഒന്നും അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കണില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കോസ്റ്റ് വരില്ല? ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവില്ല, വാരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് 2 types ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അസംഷൻസ് ആണ്. നമ്മളിപ്പോൾ ലോ ഓഫ് ഡിമാൻഡിലെ അസംഷൻസ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും കുറച്ച് അസംഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദി ലെവൽ ഓഫ് ടെക്നോളജി റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മുടെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പീരീഡിൻ്റെ ഉള്ളിൽ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതാണ് ഒന്നാമത്തെ അസംഷൻ. ദ ഫേം യൂസസ് ഇറ്റ്സ് ഇൻപുട്ട് അറ്റ് ദി മാക്സിമം ലെവൽ ഓഫ് എഫിഷ്യൻസി. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് അതിൽ നിന്ന് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യാവുന്ന അത്രയ്ക്ക് നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അതൊന്ന് ബേസിക്സ് ഓഫ് എക്കണോമിക്സ് അത് തന്നെയാണ്. നമ്മൾ ഏതൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ടോ അതിൽ നിന്ന് നമുക്ക് മാക്സിമം എന്തോരം ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം. അത് തന്നെയാണ് ഇതോടെയും പറയുന്നത്. ദ ഫേം യൂസസ് ഇറ്റ്സ് ഇൻപുട്ട് അറ്റ് ദ മാക്സിമം ലെവൽ ഓഫ് എഫിഷ്യൻസി. ഇറ്റ് റിലേറ്റ്സ് ടു എ പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 4 ടൈം പീരീഡുകളാണുള്ളത്. വെരി ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ്, വലിയ ലോങ് പീരീഡ് എന്ന് നമ്മൾ
ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവിൻ്റെ അണ്ടറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ടൈം പീരീഡ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒന്നല്ലെങ്കിൽ ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും രണ്ടും കൂടി അറ്റ് എ ടൈം നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് റിലേറ്റ്സ് ടു എ പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം. ഒന്നല്ലെങ്കിൽ ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ, രണ്ടും കൂടി നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് പറ്റില്ല. There are two factors of production, namely labor and capital. നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ 4 പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ 4 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലേബർ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ 2 ഫാക്ടേഴ്സുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എ ചേഞ്ച് ഇൻ എനി ഓഫ് ദി വാരിയബിൾ ഫാക്ടർ പ്രൊഡ്യൂസേഴ്സ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടിലെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ചേഞ്ച് ചെയ്താൽ ദർ ഈസ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. സപ്പോസ് ഇപ്പോൾ നമ്മൾ ലേബർ കൂട്ടി, അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവണം? ഔട്ട്പുട്ടിലും ചേഞ്ച് ഉണ്ടാവണം. ലേബർ കുറച്ചു, അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവണം. അപ്പോൾ എനി ചേഞ്ച് ഇൻ വാരിയബിൾ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസസ് എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഇൻപുട്ട് ചേഞ്ച് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തും ചേഞ്ച് ആവണം? ഔട്ട്പുട്ടും ചേഞ്ച് ആവണം. The inputs are divisible into most viable units. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ഒക്കെ നമുക്ക് വയബിൾ എന്ന് വെച്ചാൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പ് ഓഫ് ഇൻപുട്ട് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാവുന്ന, ഡിവൈഡ് സ്മോൾ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻപുട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ 6 അസംഷൻസിൻ്റെ ബേസിസിലാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഈ അസംഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടെക്നോളജി ചേഞ്ച് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇൻപുട്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ടൈം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. 2 ഫാക്ടേഴ്സ് ലേബറും ക്യാപിറ്റലും മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടായാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്സ് ഒക്കെ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റാവുന്ന ഇൻപുട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാനേജറിയൽ യൂസസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല ഓൾട്ടർനേറ്റീവ്സും സ്വീകരിക്കാം. അതായത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമ്മളതിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത്രയ്ക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട്. ആ ഓപ്ഷൻസിൽ നമുക്ക് ഏറ്റവും കുറവ് കോസ്റ്റ് വരുന്നത് ഏത് ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. നമുക്ക് കോസ്റ്റ് കുറവിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാലാണ് നമുക്ക് അത്രയ്ക്ക് വില കുറവിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുക. കാരണം നമ്മളൊരു പ്രൊഡക്റ്റിൽ മാർക്കറ്റിൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്താ നോക്കുക, ഇങ്ങനെ ഫിക്സ് ചെയ്യുക, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. നമുക്ക് ചിലവായ കാശിനോട് കൂടി ഒരു സർട്ടിൻ എലമെന്റ് ഓഫ് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്കൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയാൽ അത്രയ്ക്ക് കുറവിൽ നമുക്ക് എന്തെത്തിക്കാൻ പറ്റും? ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട് പറ്റും. പ്രൈസ് കുറഞ്ഞത് കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും, സെയിൽസ് കൂടും, പ്രോഫിറ്റബിലിറ്റി കൂടും. അപ്പോൾ എപ്പോഴും നമ്മുടെ എയിം അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്തിനായിരിക്കണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണം എന്നായിരിക്കണം നമ്മുടെ ഓരോ ഓർഗനൈസേഷൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ഏത് ഓൾട്ടർനേറ്റീവ്, ഏത് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് യൂസ് ചെയ്താലാണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റുക, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി ലീസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രോഫിറ്റ് ക്യാൻ ബി മാക്സിമൈസ്ഡ് ഓൺലി ബൈ മിനിമൈസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കലാണ്. For this purpose, inputs are to be substituted. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കണം. കാരണം ചില സമയത്ത് ലേബർ ചീപ്പായിരിക്കും, മെഷീൻസിന് നല്ല വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ലേബേഴ്സ് യൂസ് ചെയ്യുക, മെഷീനറീസ് കുറവ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചില സമയത്ത് ലേബർ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും, മെഷീനറി കുറവായിരിക്കും. അപ്പം വില കുറവായിരിക്കും മെഷീനറീസിനൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറവ് ലേബേഴ്സ് യൂസ് ചെയ്യുക, കൂടുതൽ മെഷീനറീസ് യൂസ് ചെയ്യുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഏത് പ്രപ്പോർഷൻ യൂസ് ചെയ്താലാണ് നമുക്ക് കോസ്റ്റ് കുറവ്, ആ പ്രപ്പോർഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിട്ട് വരിക.
For this, inputs are to be substituted. The production function helps in substituting the input. അപ്പോൾ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ലേബർ കൂട്ടണോ ലേബർ കുറയ്ക്കണോ അല്ലെങ്കിൽ മെഷീനറി കൂട്ടണോ മെഷീനറി കുറയ്ക്കണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഏത് കോമ്പിനേഷനിലാണ് നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. Then the second one is helps to determine the optimum level of output. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര നമ്പർ ഓഫ് 100 നമ്പർ ഓഫ് ഇൻപുട്ടിൽ നിന്ന് എത്ര നമ്പർ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ പറയുകയാണ് ഈ 100 യൂണിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 200 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഗിവൺ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യാനും പറ്റും. അതാണ് പറയുന്നത് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി optimum level of output. To determine the optimum level of output from a given quantity of input. നമുക്ക് കിട്ടിയ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. The third one is enables to plan the production. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ 100 യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് 200 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. Then helps in decision making. To take decisions regarding the cost and output. നമുക്ക് ഈ പ്രൊഡക്ഷൻ പ്ലാൻ വെച്ചിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരും എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അതുപോലെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പല ഏരിയയിലും എത്ര കോസ്റ്റ് വരും എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് കോസ്റ്റ് കൺട്രോൾ, വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് കോസ്റ്റ് റിഡക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മൾ ആദ്യത്തെ പോയിന്റോടെ ഏതാണ്ട് റിലേറ്റഡ് ആയിട്ടാണ്. നമുക്ക് മെയിൻ എയിം എന്താണ്? നമ്മുടെ കോസ്റ്റ് കുറയ്ക്കണം എന്നാണ്. ആ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാം എന്ന് അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ 4 ആപ്ലിക്കേഷൻ ഏരിയ ആണ്. അതിലാദ്യത്തെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും, ഡിസിഷൻസ് റിലേറ്റഡ് ടു കോസ്റ്റ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ, ആ ഡിസിഷൻസ് ഒക്കെ നമുക്ക് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.